ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത് അല്പം സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. എന്നാൽ അത് ഇന്ന് പല യൗവനക്കാരും പ്രായമുള്ളവരും ഒക്കെ നേരിടുന്ന ഒരു പ്രശ്നമാണ്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നമ്മൾ രഹസ്യമായിട്ട് കൊണ്ട് നടക്കുന്ന കാമചിന്തകൾ അല്ലെങ്കിൽ ലൈംഗിക ചിന്തകൾ. ഈ ചിന്തകൾ ആദ്യം നമുക്ക് വളരെ സുഖം തരുന്നത് പോലെയൊക്കെ തോന്നുമെങ്കിലും പിന്നീട് നമ്മളെ ഈ ചിന്തകൾ അടിമപ്പെടുത്തും, നമ്മുടെ മനസ്സിനെ വല്ലാതെ വികൃതമാക്കി കളയും. ഇന്ന് പല ക്യാമ്പുകളിലും മീറ്റിങ്ങുകളിലും ഒക്കെ ഞാൻ ആളുകളോട് സംസാരിക്കുമ്പോൾ വളരെ പേഴ്സണലായിട്ട് എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, ബ്രദറെ, എനിക്ക് ഈ പ്രശ്നത്തെ ജയിക്കാൻ കഴിയുന്നില്ല. ചില മാസങ്ങൾക്ക് മുമ്പ് ഒരു ഫാമിലി മീറ്റിങ്ങിൽ ഞാൻ പ്രസംഗിച്ച് കഴിഞ്ഞ ശേഷം വിവാഹം കഴിച്ച് 2 മക്കളുള്ള പിതാവ് എൻ്റെ അടുക്ക വന്നിട്ട് പറഞ്ഞു, ബ്രദറെ, എനിക്ക് എൻ്റെ മക്കളെ നോക്കാൻ കഴിയുന്നില്ല, എൻ്റെ ഭാര്യയെ എനിക്ക് നോക്കാൻ കഴിയുന്നില്ല. കാരണം എൻ്റെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള കാമചിന്തകൾ എന്നെ വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുക. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ പരാജയങ്ങൾ സംഭവിച്ചു. നോക്കൂ, സ്വന്തം മക്കളെ പോലും സ്നേഹിക്കാൻ കഴിയാത്ത വിധം, അപ്പനമ്മമാരോട് തുറന്നു പറയാൻ കഴിയാത്ത വിധം വലിയൊരു ഗിൽറ്റ് ഫീലിങ്ങും നിരാശയും എല്ലാം കൊണ്ടു നടക്കുന്ന ഒരു വലിയ സമൂഹം നമുക്ക് ചുറ്റുമുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ഇന്ന് രഹസ്യമായിട്ട് ഈ ഒരു പ്രശ്നം നേരിടുകയായിരിക്കും. എങ്ങനെയാണ് ഈ ലൈംഗിക ചിന്തകളെ, കാമചിന്തകളെ ജയിക്കാനായിട്ട് കഴിയുക? വളരെ സിമ്പിളായിട്ട് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രാർത്ഥന എന്നുള്ളതാണ്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ എല്ലാ പ്രഭാതങ്ങളിലും നമ്മൾ പ്രാർത്ഥിക്കണം, ദൈവമേ, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനൊരു കുറവ് എനിക്കുണ്ട്, ഒരു വിഷയത്തിൽ ഞാൻ വളരെ വീക്കാണ്, എന്നെ അതിനകത്ത് ജയിപ്പിക്കാൻ അങ്ങനെ സഹായിക്കണമേ. നോക്കൂ, പ്രാർത്ഥന കൂടാതെ നമ്മുടെ സ്വയം കഴിവുകൊണ്ടോ നമ്മുടെ സ്വയമായിട്ടുള്ള വിൽ പവർ കൊണ്ടോ ഈ ലൈംഗിക പാപങ്ങളെ ജയിക്കാൻ കഴിയില്ല. ദൈവത്തിൻ്റെ സഹായം ആവശ്യമാണ്. വ്യക്തിപരമായ പ്രാർത്ഥന, തുറന്നു പറച്ച് ദൈവത്തോട് പരാജയത്തെ ഏറ്റുപറഞ്ഞിട്ട് ദൈവത്തിൻ്റെ സഹായത്തിനായിട്ട് നാം ചോദിക്കുമെങ്കിൽ തീർച്ചയായും നമ്മെ സഹായിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൂടെ ഉണ്ടായിരിക്കും. രണ്ടാമത്തേത്, നമ്മുടെ ഹൃദയങ്ങളെ ദൈവവചനം കൊണ്ട് നിറയ്ക്കണം. 119 സങ്കീർത്തനത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, പാപത്തെ ജയിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ നാം സൂക്ഷിക്കുന്ന ദൈവത്തിൻ്റെ വചനം. ആ ദൈവവചനം നമ്മുടെ കാലുകൾക്ക് പ്രകാശമാകും. ആ ദൈവവചനം നമുക്ക് വഴി പറഞ്ഞു തരും. പാപത്തോട് അടുക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ അത് ചെയ്യരുത് എന്നുള്ള മുന്നറിയിപ്പുകൾ ദൈവവചനത്തിലൂടെ നമുക്ക് ലഭിക്കും. അത് എപ്പോഴും നമ്മുടെ ഹൃദയത്തിനകത്ത് സൂക്ഷിക്കണം. ദൈവവചനം വായിക്കണം, ദൈവവചനം കേൾക്കണം. നിങ്ങളുടെ ചിന്തകളിലും മനസ്സിലുമൊക്കെ ദൈവവചനത്തോടുള്ള ആഗ്രഹം വർദ്ധിപ്പിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ഈ പാപത്തെ ജയിക്കാൻ കഴിയും. മൂന്നാമത്തേത്, ഇനി ചില സന്ദർഭങ്ങളിൽ നമുക്ക് പ്രാർത്ഥനയിൽ വീക്കായിപ്പോയി, വചനം വായിക്കുന്നില്ല, അങ്ങനെ നമ്മൾ പെട്ടെന്ന് ഒരു പ്രലോഭനത്തിൻ്റെ മുമ്പിൽ വന്ന് വീഴുകയാണ്, ഒരു ടെംപ്റ്റേഷൻ നമുക്ക് തോന്നുകയാണ്. എന്തു ചെയ്യും? അല്ലെങ്കിൽ അത്തരത്തിലുള്ള വ്യക്തികൾ നമ്മളെ സമീപിക്കുക. ദൈവവചനം പറയുന്നു, പാപത്തോട് നിങ്ങൾ എതിർത്ത് നിൽക്കണം. എങ്ങനെ എതിർത്ത് നിൽക്കുന്നത്? ആ സാഹചര്യത്തെ തീർച്ചയായും ഒഴിവാക്കണം. ദൈവവചനത്തിൻ്റെ ഭാഷയിൽ എഴുതിയിരിക്കുന്നത് വിട്ടോടണമെന്നാണ്. നോക്കൂ, ജോസഫ് അതല്ലേ ചെയ്തത്? തൻ്റെ മുമ്പിൽ ഒരു പ്രലോഭനത്തിൻ്റെ സമയം കടന്നു വന്നപ്പോൾ അവിടെ കണ്ണടച്ചു പ്രാർത്ഥിക്കുകയല്ലേ ചെയ്തത്? ആ സാഹചര്യത്തെ അവൻ ഒഴിവാക്കി അവിടെ വിട്ടുപോയി. നിങ്ങളുടെ മുമ്പിൽ പാപത്തിൻ്റെ പ്രലോഭനങ്ങൾ കടന്നു വരുമ്പോൾ, ലൈംഗിക ചിന്തകൾ കടന്നു വരുമ്പോൾ, കാമചിന്തകൾ നിങ്ങളുടെ വല്ലാതെ ഞെരുക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്നാണെന്നറിയാമോ? നിങ്ങൾ ഒറ്റയ്ക്ക് ഒരു റൂമിലിരിക്കുകയാണെങ്കിൽ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങണം, ഒന്ന് നടക്കണം. അല്ല, അത്തരത്തിലുള്ള വ്യക്തികൾ നിങ്ങളെ സമീപിക്കുകയാണെങ്കിൽ ആ സാഹചര്യം വിട്ടു മാറിപ്പോകണം. ഈ നിലകളിൽ നാം പ്രതികരിച്ചെങ്കിൽ മാത്രമേ ഈ ചിന്തകളെ, ഈ പ്രലോഭനത്തെ ജയിക്കാനായിട്ട് കഴിയുള്ളൂ. ഇല്ല എങ്കിൽ നമ്മൾ അതിന് അടിമപ്പെട്ടു പോകും. ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങൾ ആരെങ്കിലും ഇത്തരത്തിൽ ഒരു ലൈംഗിക പാപത്തിൽ അകപ്പെട്ട് കിടക്കുകയാണെങ്കിൽ, അതിൻ്റെ അഡിക്ഷൻ നിങ്ങളെ വല്ലാതെ ഞെരുക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. നോക്കൂ, നമ്മൾ ആരും പൂർണ്ണരല്ല കേട്ടോ. എന്നാൽ യേശുവിൻ്റെ അടുക്കിലേക്ക് നാം കടന്നു വരുമ്പോൾ അവൻ്റെ രക്തത്താൽ അവൻ നമ്മെ കഴുകി ശുദ്ധീകരിക്കും. നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുമ്പോൾ, അതിൽ നിന്ന് പൂർണ്ണമായി പിന്തിരിയുമ്പോൾ ദൈവത്തിൻ്റെ ആ നീതി നമ്മുടെ മേൽ കടന്നു വരും. ദൈവത്തിൻ്റെ സമാധാനം നമ്മുടെ മേൽ കടന്നു വരും. ദൈവിക സന്തോഷം നമ്മുടെ മേൽ കടന്നു വരും. ഇന്ന് ഈ വചനം നിങ്ങളെ ആ നിലകളിൽ സമ്പൂർണതയിലേക്കും ദൈവികമായിട്ടുള്ള ആ ശുദ്ധീകരണത്തിലേക്കും നയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു. പ്രയർ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കുക, നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.